ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിൽ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വിഷയം നമ്മുടെ എയർ ഫിൽറ്ററിനുള്ളൊരു പൈപ്പ് ഇട്ടിട്ട് കുറച്ച് വായു കയറ്റി വിട്ടിട്ടുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ, അതന്നെ മറ്റേ ഡീകാർബണൈസേഷൻ. അപ്പോൾ ആ പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിക്ക് ഗുണമാണോ ദോഷമാണോ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് ഏതൊക്കെ വണ്ടി ചെയ്യണം, അത് ചെയ്യണോ ചെയ്യേണ്ടതെന്ന് ഇത് കേട്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക. അത് ഓരോരുത്തർ ഇഷ്ടമാണല്ലോ. അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ ഡീകാർബണൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഈ വീഡിയോൻ്റെ സൈഡിൽ കാണിക്കണം ആ ഒരു സംഭവം കണ്ടോ. ഇതൊരു ഈജാറിൻ്റെ വാൽവ് കണ്ടോ. ഇതിനകത്ത് നല്ലപോലെ കാർബൺ ഡെപ്പോസിറ്റ് കയറിയിട്ടുണ്ട് കണ്ടോ, ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സംഭവം പോവെന്ന് നിങ്ങളൊരു അനുഭവത്തിൽ പറഞ്ഞു, അതായത് നിങ്ങൾക്ക് കണ്ടിട്ട് തോന്നുന്നുണ്ടോ ഇത് സാധനം പോകുന്നു? ഇത് മാനിഫോൾഡിൽ ഇരിക്കുന്ന സംഭവം ഉണ്ടോ. അപ്പോൾ ഇത് എയർഫിറ്റിനുള്ളിൽ കൂടെ മറ്റേ നൈട്രജൻ ഓക്സിജൻ ഒന്ന് കയറ്റി വിട്ടിട്ട് കഴിഞ്ഞാൽ ഇത് ക്ലീനായി പോകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും പോകില്ല കേട്ടോ. ഇത് അവിടെ തന്നെ ഉണ്ടായിരിക്കും, ഈ മാനിഫോൾഡിന് ചുറ്റുണ്ടായിരിക്കും, ഈജാറിൻ്റെ അകത്ത് ഉണ്ടായിരിക്കും. ഇത്രയും കാർബൺ അത് അവിടെ തന്നെ ഉണ്ടായിരിക്കും. ഈ ഡീകാർബണൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പോണത് എവിടെ വെച്ച് കഴിഞ്ഞാൽ പിസ്റ്റല്ലേ, അതായത് നമ്മളെ സിലിണ്ടറിൻ്റെ ഉള്ളിൽ പിസ്റ്റൻ അങ്ങനെ ചെയ്താൽ. അപ്പോൾ ഇതാണ് പിസ്റ്റൻ ഉണ്ടാവും. ഈ പിസ്റ്റൻ്റെ മുകളിലുണ്ടാവും കാർബൺ ഡെപ്പോസിറ്റ്. അത് ഇത്ര ഒന്നും ഉണ്ടാവില്ല കേട്ടോ, ചെറിയ ലെയറായിട്ട് ഇങ്ങനെ ഇതുപോലെ ഒട്ടിപ്പിടിച്ചൊന്നും ഇരിക്കില്ല. അത് ഓവറാണ്. ഇതെങ്ങനെ വരുന്നുള്ള ഞാൻ വഴിയെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ളതും പിന്നെ വാൽവിൻ്റെ കുറച്ച് ടോപ്പിലുണ്ടല്ലോ, വാൽവ് ഉള്ളിലല്ല, വാൽവിൻ്റെ അതേപോലെ ടോപ്പിലില്ല, ആ ഒരു കാർബൺ ഡെപ്പോസിറ്റ് മാത്രമേ പോവുള്ളൂ. അത് പോയിട്ടാണ് ഈ വീഡിയോയിലൊക്കെ കണ്ടില്ലേ നല്ല പുള്ളിങ് ഉണ്ട്, പിക്കപ്പ് ഉണ്ട്. അത് നല്ല പുള്ളിങ് പിക്കപ്പ് ഒന്നും കിട്ടില്ല. വണ്ടീൻ്റെ ഒറിജിനൽ പവറൊന്നും ഈ ഒരു സംഭവം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടില്ല കേട്ടോ. കിട്ടുട്ടോ, അത് പ്രൊഫഷണലായിട്ട് ചെയ്യുന്നവരുണ്ട്. അതെങ്ങനെയാണ് പറഞ്ഞത് കിട്ടും. അല്ലാതെ ഡീകാർബണൈസേഷൻ മാത്രം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വണ്ടീൻ്റെ ആ ഫുള്ള് പെർഫോമൻസും കാര്യങ്ങളൊന്നും കിട്ടില്ല. അവിടെ സംഭവിക്കുന്നത് ഇതിൻ്റെ മുകളിലെ കാർബൺ ഡെപ്പോസിറ്റ് പോവും, അത് ഷുവറാണ് കേട്ടോ. അതവിടെ ഫയറിങ് നമ്മൾ സാധാ നടക്കുന്ന ഫയറിങ്ങുകളും കൂടുതൽ ഫയറിങ് നടക്കും. ആ സമയത്ത് ഇത് ക്ലീനായിട്ട് പോരുകയാണ്. അപ്പം ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് അത് ചെയ്യണോ ചെയ്യേണ്ടത്. ചെയ്ത് കഴിഞ്ഞാൽ അത് ചെയ്യണമെന്ന് വെച്ചാൽ 30,000 കിലോമീറ്റർ 60,000 കിലോമീറ്റർ ഇതിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കാരണം അവിടെ കാർബൺ ഡെപ്പോസിറ്റ് തുടങ്ങണേ ഉള്ളൂ, ഒരു പുതിയ വണ്ടിയിൽ തുടങ്ങണേ ഉള്ളൂ. ഈ 1,00,000 കിലോമീറ്ററും 1,50,000 കിലോമീറ്റർ 2,00,000 കിലോമീറ്റർ കഴിഞ്ഞ വണ്ടിയിൽ നല്ലപോലെ കാർബൺ ഡെപ്പോസിറ്റ് വരും. അപ്പോൾ അതിൽ ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും. 30,000 50,000 60,000 കിലോമീറ്റർ ഓടിയ വണ്ടിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടിക്ക് പെർഫോമൻസും കാര്യങ്ങളും ഉണ്ടാവും കേട്ടോ, ഇല്ലയെന്ന് ഞാൻ പാടില്ല. അത് ചെയ്ത് വണ്ടിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ 1,00,000 കിലോമീറ്റർ 1,00,000 കിലോമീറ്റർ 2,00,000 കിലോമീറ്റർ ചെയ്ത വണ്ടികൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്നറിയാം. അത് നിങ്ങൾക്ക് പണി കിട്ടാനുള്ള സാധ്യതയും കൂടുതലാണ്, ചിലവർക്ക് പണി കിട്ടുമില്ല. അപ്പോൾ ഇതിനകത്തുള്ള കാർബൺ ഡെപ്പോസിറ്റ്, ഈ ടോപ്പിലെ കാർബൺ ഡെപ്പോസിറ്റ് കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ സൈഡിലുണ്ടല്ലോ ഈ പിസ്റ്റൺ റിങ്സ് ഉണ്ടല്ലോ, ഇത് വർക്ക് ചെയ്യുന്നതനുസരിച്ച് തേയ്മാനം വരുന്ന സംഭവമാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഓയിൽ സർവീസ് ചെയ്യുന്ന പോലെ ഇരിക്കും ഇതിൻ്റെ വർക്കിങ്ങിൻ്റെ ആ ഒരു തേയ്മാനത്തിൻ്റെ അളവ് പോവുക. ചില ആൾക്കാർ 10,000 കിലോമീറ്റർ കൂടുതലും ഓടിയിട്ട് സർവീസ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനത്തെ ഇതിലാകുമ്പോൾ സമയത്ത് തേയ്മാനത്തിന് കൂടാൻ ചാൻസ് കൂടുതലാണ്. പ്രോപ്പറായിട്ട് സർവീസ് ചെയ്യണം, അതിൻ്റെ മുന്നേ നല്ല പക്കയ സർവീസ് ചെയ്യുന്നവർക്ക് തേയ്മാനത്തിൽ കുറവുണ്ടായിരിക്കും. അപ്പം തേയ്മാനം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗ്യാപ്പ് വരുമല്ലോ. തേയ്മാനം വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്ത് ഗ്യാപ്പ് വരുമല്ലോ. അപ്പോൾ ഈ വണ്ടീൻ്റെ അകത്തുണ്ടാകുന്ന കാർബൺ ഡെപ്പോസിറ്റ് അത് ഈ തേയ്മാനം വന്ന് വരുന്ന ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പിൽ കയറി നിൽക്കും. അപ്പോൾ അവിടെ സീലൻ്റായിട്ട് വർക്കാവും. അപ്പോൾ ആ ഗ്യാപ്പിനെ ആ കാർബൺ ഡെപ്പോസിറ്റ് അടയ്ക്കും. അപ്പോൾ ആ ഗ്യാപ്പ് മാറിയല്ലോ. അവിടെ അടച്ചില്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക, അതായത് കംപ്രഷൻ കുറയും. ഇപ്പോൾ പിസ്റ്റൺ റിങ്ങിൻ്റെ അവിടെയൊക്കെ തേയ്മാനം കൂടിക്കഴിഞ്ഞാൽ കംപ്രഷൻ കുറയും. ഇവിടെ കാലക്രമേണ ചെയ്യുന്ന സംഭവമാണ്. ഈ തേയ്മാനം വരുന്ന അവിടെ ഈ കാർബൺ ഡെപ്പോസിറ്റ് കയറി അടഞ്ഞിട്ട് അതൊരു സീലൻ്റായിട്ട് വർക്കാവും. അത് വണ്ടിക്ക് നല്ലതാണ്. ആ സാധനം നമ്മൾ കളഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അത് വണ്ടിക്ക് കേടാവും. അത് നേരെ തിരിച്ചു കിട്ടും. ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടാവായിരിക്കും, കംപ്രഷൻ കിട്ടാൻ വണ്ടി സ്റ്റാർട്ടാവായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ 1,00,000 1,50,000 കിലോമീറ്ററും 2,00,000 കിലോമീറ്റർ ഓടിയ വണ്ടികളിൽ ഒരിക്കലും ഇത് ചെയ്യാൻ നിൽക്കരുത്. ഇനി നിങ്ങളെ ഇഷ്ടത്തിന് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന കംപ്ലൈൻറ്റുകളാണ്. ആ ഒരു വണ്ടിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് സീലൻ്റായി വർക്ക് ചെയ്യുന്ന കാർബൺ ഡെപ്പോസിറ്റ് ഉണ്ടല്ലോ, അതാണ് പോയി കിട്ടും. അത് പോയി കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഗ്യാപ്പ് കൂടിക്കഴിഞ്ഞാൽ പിന്നെ കംപ്രഷൻ കുറയും. ചിലപ്പോൾ വണ്ടി സ്റ്റാർട്ടാവില്ല, ചിലപ്പോൾ ലോങ് സെൽഫാവും. നിങ്ങൾ പറഞ്ഞ പുള്ളിങ് ചിലപ്പോൾ കിട്ടിക്കോളണമെന്നില്ല, ചിലപ്പോൾ എഞ്ചിൻ പണി എടുക്കേണ്ടി വരും. ഇതാണ് അവിടെ നടക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ടോപ്പിൽ ഇത് പോയി കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. പിന്നെ വാൽവ് സീറ്റിൻ്റെ അവിടുത്തെ കാര്യങ്ങൾ അതേപോലെ വാൽവ് സീറ്റിൻ്റെ അവിടുത്തെ പോയി കഴിഞ്ഞാലും ഈ ഒരു സംഭവം വരും കേട്ടോ.
അവിടെ കറക്റ്റായിട്ട് വാൽവിൻ്റെ പ്രവർത്തനം നടന്നൊന്നുമില്ല, ചിലപ്പോൾ വണ്ടി സ്റ്റാർട്ടായിക്കോണമെന്നില്ല. ഒരു 60,000 കിലോമീറ്റർ 30,000 കിലോമീറ്റർ ഒക്കെ ചെയ്യുന്നതിന് ഓക്കെ, അവിടെ ഈ പ്രശ്നമില്ല. അവിടെ കാർബൺ ഡെപ്പോസിറ്റ് അടിഞ്ഞ് കൂടുന്നേ ഉള്ളൂ. തേയ്മാനം വന്ന് തുടങ്ങുന്നത്, തേയ്മാനം അധികം ആയിട്ടുണ്ടാവില്ല, തേയ്മാനം വരാൻ സമയമായിട്ടില്ല. ഇപ്പോൾ മനസ്സിലാവും ഡീകാർബണൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എവിടുത്തെ കരിയാണ് പോകുന്നത്. അതായത് മാനിഫോളിൻ്റെ അകത്തും ഈജാറിൻ്റെ അകത്തും ഈജാറിൻ്റെ വാൽവിൻ്റെ അകത്തും കാർബൺ ഡെപ്പോസിറ്റ് എല്ലാം പോകുന്നത് ഈ ഒരു സാധനത്തിൻ്റെ മുകളിൽ കാർബൺ ഡെപ്പോസിറ്റാണ് പോകുന്നത്. അത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന ആ വണ്ടീനെ കൂടുതൽ പവറൊന്നും കിട്ടില്ല. ഇപ്പോൾ ഈ ഒരു ഇത് കണ്ടോ, ഞാൻ വീട്ടിൽ കാണിച്ചു തരാം. ഒരു മാനിഫോൾഡിൻ്റെ ഉള്ളിലേക്ക് എയർ കയറുന്ന ആ ഭാഗത്തെ ഇത് കാണിച്ചു തരാം. അതായത് അവിടെ കരി അടങ്ങിന് ഇത്രയും റൗണ്ടിലെ ഹോള്. ഇപ്പം ഇതിനകത്ത് ഇത്രയും ഭാഗത്ത് കരി അടഞ്ഞ് കിടക്കുക, ഇത്രയും ഭാഗത്ത് കൂടെ എയർ പോകുള്ളൂ. അപ്പോൾ വണ്ടീൻ്റെ ഉള്ളിലേക്ക് പോകുന്ന എയറിൻ്റെ അളവ് കുറഞ്ഞില്ലേ, അപ്പോൾ അവിടെ പവർ ഡ്രോപ്പ് വരും. നമ്മൾ ഈ റൗണ്ടിൻ്റെ വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് ചെല്ലണ എയറിൻ്റെ അളവ് കുറഞ്ഞ് പവർ ഡ്രോപ്പ് വരും. അപ്പോൾ പിന്നെ ഈ ഡീകാർബണൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലത്തെ കരി കളഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അവിടെ എങ്ങനെ വണ്ടിക്ക് പവർ കിട്ടും? അത് ആദ്യം നിങ്ങൾ ചെയ്യുന്നത് ഈജർ മാനിഫോൾഡ് ഉണ്ടോ അത് മാനുവലായിട്ട് തന്നെ അഴിച്ച് ക്ലീൻ ചെയ്യണം. അത് ഡീസലിലിട്ട് ക്ലീൻ ചെയ്യണം. അപ്പം ഈ ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം. ഡീസലിട്ട് ക്ലീൻ ചെയ്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ഈജറിൻ്റെ വാൽവ് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ബ്ലാക്ക് സ്മോക്ക് കാര്യങ്ങളും വരും കേട്ടോ, പുള്ളിങ് കാര്യങ്ങളും വരും. പിന്നെ നമ്മളെ മാനിഫോളിൻ്റെ മൗത്തിൽ ഇങ്ങനെ കരി ഇടാൻ കഴിഞ്ഞാലും പുള്ളിങ്ങും കാര്യങ്ങളും കുറയും കേട്ടോ. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു സംഭവം ചെയ്യണം. ഈ ഒരു സംഭവം ചെയ്യുന്ന കൂടെ ഡീകാർബണൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പുള്ളിങ് ഉണ്ടായിരിക്കും. അത് ഞാൻ പറഞ്ഞാൽ 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടിക്ക് അത് നിങ്ങൾ റിസ്ക് എടുത്തിട്ട് ചെയ്യണം. അപ്പം ചില ആളുകൾ ഈ ഒരു സംഭവം പ്രൊഫഷണലായിട്ട് ചെയ്യുന്നവരുണ്ട്, ഇത് സൈഡായിട്ട് ചെയ്യുന്നവരുണ്ട്. ഇതിനെപ്പറ്റി ഒരു അറിയാതെ ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. വേറെ എന്തെങ്കിലും ബിസിനസ്സാവും അതിൻ്റെ ഇടയിൽ കൂടെ ഈ മെഷീൻ കൊടുത്തു വെച്ചിട്ട് ചെയ്തു കൊടുക്കുന്നത്. ഒരു ABCD അറിയാത്തവർ സുഖമാണല്ലോ, വെറുതെ എയർഫിറ്റിനുള്ളിൽ പൈപ്പിംഗ് കയറ്റി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കിട്ടാൻ മതിയല്ലോ. നല്ല കാശുണ്ട് ഈ സംഭവത്തിന്. 1500 2000 ഒക്കെ കാശ് മേടിക്കുന്നുണ്ട്. അതൊന്നും അറിയാതെ കിട്ടണമല്ലോ. അപ്പം പ്രൊഫഷണൽ ചെയ്യണവർ പറഞ്ഞാൽ അവർ ഇതിൻ്റെ മാനിഫോളിൻ്റെ മൗത്തും കാര്യങ്ങളും അയച്ചു നോക്കും, എത്രത്തോളം അതിൻ്റെ ഉള്ള കരിയുണ്ട് എന്ന് വെച്ചാൽ അവർക്ക് അറിയാം. ഇത് ചെയ്തിട്ട് ചിലപ്പോൾ പിക്കപ്പ് കിട്ടിക്കോണമെന്നില്ല. അപ്പോൾ അവർ ചെയ്യണത് പറഞ്ഞാൽ ഇതും ചെയ്യും, അതായത് ഡീകാർബണൈസേഷൻ ചെയ്യും, ഇതിൻ്റെ കൂടെ മാനിഫോൾഡ് കാര്യങ്ങൾ അയച്ച് ക്ലീൻ ചെയ്യുന്ന കസ്റ്റമറോട് പറഞ്ഞിട്ട് ചെയ്യുന്നവരുണ്ട്, പ്രൊഫഷണലായിട്ട് ചെയ്യുന്നവരുണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് മുടക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യുന്നത് ഈ സാധനം മാനുവലായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പുള്ളിങ്ങും കാര്യങ്ങളും ഒക്കെ കിട്ടും. ഈ ഒരു ഈജറിൻ്റെ വാൽവ് ഉണ്ടല്ലോ, ഇത് ഇത്രയും കരി വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടർബോയിലുള്ള ഓയിൽ ഇൻ്റർകൂളറിൽ കയറും. അത് കുറേ കാലം കഴിഞ്ഞ് ഇൻ്റർകൂളറിൽ ആ ഒരു ഓയിലുണ്ടായിരുന്നു. അപ്പോൾ ഈ എയർ വലിക്കുന്നതിനനുസരിച്ച് ആ ഒരു ഓയിലിൻ്റെ അംശം ഇങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് തള്ളും, മാനിഫോളിൻ്റെ ഉള്ളിലേക്ക് തള്ളും. മാനിഫോളിൻ്റെ ഉള്ളിലേക്ക് തള്ളുമ്പോൾ അത് സ്പ്രേ ആയിട്ടാണ് പോവുക. ഈജറിന് വരുന്ന പൊടി വരുന്നത് അത് ഡ്രൈ ആയിരിക്കും. ഈ വാൽവ് ഈജറിൻ്റെ വാൽവ് ഉണ്ടാകും അത് മാനിഫോളിൻ്റെ ഉള്ളിലാണ്. പക്ഷെ അത് പുറത്തുനിന്ന് വരുന്ന ഭാഗത്ത് ഡ്രൈ ആയിട്ടായിരിക്കും. അപ്പോൾ ആ ഡ്രൈ ഇത് കൂടെ കയറുന്ന സമയത്ത് ഈ ഒരു ഓയിൽ എയറിൻ്റെ കൂടെ ഓയിൽ ഉള്ളല്ലോ, ഇതും കൂടി ആകുമ്പോൾ അതവിടെ കട്ട പിടിച്ചിരിക്കുന്നു. അപ്പോൾ ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ നേരെ കയറി പോയിക്കോളും, വാൽവിൻ്റെ ഉള്ളിൽ കൂടെ നേരെ കയറി റിട്ടേൺ സൈലൻസറിൻ്റെ കൂടെ പോയിക്കോളും. പക്ഷേ ഈ ഒരു ഓയിലും കൂടി ചെല്ലുന്ന സമയത്ത് നമ്മളവിടെ പറ്റി പിടിച്ചിരിക്കുന്നത്. ഈ ഓയിൽ കയറി ചെന്നില്ല എന്നുണ്ടെങ്കിൽ അത് പറ്റി പിടിക്കില്ല. അപ്പോൾ ഈ ഓയിൽ കയറി ചെല്ലാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത്, ഒരു 20,000-30,000 കിലോമീറ്റർ പോകുന്ന സമയത്ത് ഇൻ്റർകൂളറിന് ക്ലീൻ ചെയ്തെടുക്കുക. ആ ഇൻ്റർകൂളറിനുള്ള ഓയിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഓയിൽ ക്ലീൻ ചെയ്യാൻ ഒരു 60,000 കാണുന്ന സമയത്ത് നല്ലപോലെ ഓയിൽ ഉണ്ടായിരിക്കും. അത് ഈ 30,000-20,000 കിലോമീറ്റർ ആകുന്ന സമയത്ത് ഇത് ക്ലീൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഓയിൽ കയറുന്നതിന് അളവിൽ വ്യത്യാസം വരും. എന്തെങ്കിലും ഓയിൽ ഉണ്ടെങ്കിലാണല്ലോ അങ്ങോട്ട് ഓയിൽ സ്പ്രേ ആവുള്ളൂ. അപ്പോൾ അങ്ങനെ കയറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ജാനം വാൽവ് ബ്ലോക്ക് ആവാനുള്ള സാധ്യത കുറയും. ബ്ലോക്ക് ആവും, ചെറിയ ഓയിലിൻ്റെ അംശം ഉണ്ടെന്നുണ്ടെങ്കിൽ അതവിടെ പറ്റിപ്പിടിക്കും. ഞാൻ ഓയിലിൻ്റെ ഇത് ലെവൽ കുറയുന്ന ആ കയറി പോകുന്നതിൻ്റെ അളവ് കുറയും. അപ്പോൾ ഈ ജാൻ്റെ വാൽവ് ബ്ലോക്ക് ആവണത് കുറയും. ഇത് അതേപോലെ തന്നെ മാനിഫോളിൻ്റെ മൗത്തിലും ബ്ലോക്ക് ആവണ അത് കുറയും. നിങ്ങൾ ചെയ്യേണ്ടത് സർവീസിനുള്ളിൽ ഒന്നെങ്കിൽ 20,000 കിലോമീറ്റർ അല്ലെങ്കിൽ 30,000 കിലോമീറ്റർ ഓടുമ്പോൾ ഇൻ്റർകൂളറിന് അയച്ച് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ആ ഡീസലിട്ടിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ ആ ഓയിൽ അതിലുള്ള ഓയിൽ കളഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം കുറഞ്ഞു കിട്ടും. അതാണ് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. ആ ഓയിൽ അതിൻ്റെ അകത്ത് മാനിഫോൾഡ് അതിനകത്തേക്ക് സ്പ്രേ ആകുന്ന സമയത്താണ് ഈ ഒരു ഈജറിന് വരുന്ന പൊടി അവിടെ അങ്ങനെ പറ്റി പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഡ്രൈ ആയിട്ട് വരുന്ന സാധനമാവും. അതും കൂടെ ഓയിലും കൂടി മിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ പറ്റി പിടിക്കില്ല. അപ്പോൾ ഇത്രയും കേട്ടിട്ട് ഇനി ചെയ്യേണ്ടവർക്ക് ചെയ്യാട്ടോ. അത് മനസ്സിലാക്കാം. ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പണിയിട്ടുള്ളൂ. അപ്പോൾ എഞ്ചിൻ പണിയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ആൾക്കാർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പണിയിട്ടുള്ളൂ. അപ്പോൾ ഇതിനുള്ള 1.5 ലക്ഷം കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ 2 ലക്ഷം കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ അവർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കാർബൺ ഡെപ്പോസിറ്റ് പോയി കഴിഞ്ഞാൽ കംപ്രഷൻ്റെ വീക്കൊക്കെ വന്നു കഴിഞ്ഞാൽ
എഞ്ചിൻ പണി വരണമല്ലോ, നമുക്കും പണി വരണമല്ലോ. അപ്പോൾ അത് എല്ലാവരും ചെയ്യണം എന്ന് ഞാൻ വേണമെന്നില്ല. ചില ആൾക്കാർ, എല്ലാവരും അറിയാത്ത ആൾക്കാർ പറഞ്ഞു തന്നുള്ളൂ. അപ്പോൾ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചെയ്യുക. എന്നിട്ട് എഞ്ചിൻ പണിയൊക്കെ ആയിട്ട് വരണം. എന്നാലേ നമ്മളെ പോലെ മെക്കാനിക്ക് പണി ഉണ്ടാവുള്ളൂ. എന്തെങ്കിലുമൊക്കെ പണി വേണമല്ലോ. എല്ലാവരും ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചൊറിയും കുറിച്ച് ഇരിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം രൂപം മനസ്സിലല്ലോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എവിടുത്തെ ഇതാണ് പോകാമെന്ന്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ഉണ്ട്, വീണ്ടും കാണാം.